പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ നൽകാൻ PG ഡോക്ടർമാരില്ല. എന്ത് സംഭവിച്ചു? പരീക്ഷയ്ക്ക് 3 മാസം മുന്നേ വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി ലീവ് നൽകിയതോടെയാണ് പ്രതിസന്ധി. ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കാണ് അവധി നൽകിയത്. അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് അസാധാരണ നടപടിയെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ജനറൽ മെഡിസിൻ HODയുടേതാണ് ഈ അസാധാരണ നടപടി. റിനു സീത ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റിനു, വെരി ഗുഡ് മോർണിംഗ്. സ്റ്റഡി ലീവൊക്കെ വേണം, പക്ഷേ 3 മാസം മുമ്പ് സ്റ്റഡി ലീവ് കൊടുത്താൽ ഈ അവിടെ വരുന്ന രോഗികളെ ആര് ചികിത്സിക്കും? യഥാർത്ഥത്തിൽ അങ്ങനെ 3 മാസം സ്റ്റഡി ലീവ് കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നോ? ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ മാത്രമാണോ ഈ സ്റ്റഡി ലീവ് 3 മാസം നീട്ടിക്കൊടുത്തത്? റിനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നമുക്കറിയാം, മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലോ അതുപോലെ തന്നെ വാർഡുകളിലോ ചികിത്സയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്നുള്ള അത്യാവശ്യ ചികിത്സ നൽകുന്നത് PG ഡോക്ടർമാരാണ്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഫൈനൽ PG വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ സ്റ്റഡി ലീവ് നൽകിയിരിക്കുന്നത്. ജനുവരി 24-നാണ് ഇവർക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ 3 മാസം മുമ്പ് നവംബർ 1-ാം തീയതി മുതൽ ഈ നവംബർ 1 മുതൽ ഇവർക്ക് സ്റ്റഡി ലീവ് നൽകിക്കൊണ്ട് HOD അസാധാരണമായിട്ടുള്ളൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നടപടിക്കെതിരെ, അതായത് നിലവിൽ 3 തരം PG ആണുള്ളത്: ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. ഈ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ സ്റ്റഡി ലീവിലേക്ക് കടന്നതോടുകൂടി കാഷ്വാലിറ്റിയിലും അതുപോലെ തന്നെ ജനറൽ മെഡിസിന്റെ വാർഡിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ PG ഡോക്ടർമാരെ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ചികിത്സയ്ക്ക്. ഇത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള ഒരു കാര്യവും ഉണ്ട്. രോഗികൾക്ക് ആവശ്യാനുസരണം ചികിത്സ ലഭിക്കുന്നില്ല. 200-ലധികം രോഗികളെ ഒരു ദിവസം ജനറൽ വിഭാഗം മെഡിസിനിലെ വാർഡുകളിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. പക്ഷേ ഈ PG ഡോക്ടർമാർക്ക് ഈ 3 മാസം മുമ്പേ സ്റ്റഡി ലീവ് നൽകിയത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവിടെ അനുഭവിക്കുന്നത്. ഇതൊരു അസാധാരണ നടപടിയാണ്. സാധാരണഗതിയിൽ 2 ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് സ്റ്റഡി ലീവ് നൽകുന്നത്. ചില മെഡിക്കൽ കോളേജുകളിൽ അത്തരം സ്റ്റഡി ലീവ് നൽകുന്ന സാഹചര്യവും നിലവിലില്ല. ചില സ്ഥലങ്ങളിൽ നൽകണമെന്ന് നിർബന്ധവുമില്ല എന്നുള്ളതാണ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ. ഇത് ഡോക്ടർ അരുണ എന്ന് പറയുന്ന HODയാണ് ഇത്തരം ഒരു അസാധാരണ നടപടി എടുത്തത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇത്തരമൊരു നടപടി എടുത്തതോടുകൂടി PG ഡോക്ടർമാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയിരിക്കുന്നു. അതായത് സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയർ PG ഡോക്ടർമാർ മാത്രമാണ് ഇപ്പോൾ വാർഡുകളിലും കാഷ്വാലിറ്റികളിലും ഉള്ളത്. ഇവർക്ക് അധിക ഡ്യൂട്ടി എടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളോട് അവർ പങ്കുവച്ചത്. എന്തായാലും ഫൈനൽ ഇയർ PG വിദ്യാർത്ഥികൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അരുൺകുമാർ, ഓക്കെ, തീർച്ചയായിട്ടും അത് കുഴപ്പത്തിലാവും. കാര്യം ഈ PG വിദ്യാർത്ഥികൾ ഇല്ലെങ്കിൽ അവിടുത്തെ ചികിത്സയൊക്കെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് 3 മാസത്തെ സ്റ്റഡി ലീവ് എന്നുള്ളതൊരു അതിക്രമമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 3 മാസമൊക്കെ സ്റ്റഡി ലീവ് കൊടുത്താൽ പിന്നെ ഇവർക്ക് ഇവരുടെ സർവീസ് എങ്ങനെയാണ് ആശുപത്രിക്ക് കിട്ടുക? 2 ആഴ്ചയാണ് സാധാരണ കൊടുക്കുന്നത് എന്നാണ് റിനു പറയുന്നത്. റിനു, മറ്റു വകുപ്പുകളിൽ ഇങ്ങനെ സ്റ്റഡി ലീവ് അനുവദിച്ചിട്ടുമില്ലെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും അരുൺകുമാർ, മറ്റു ഒരു വിഭാഗത്തിലും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. ഈ ഒരു സ്റ്റഡി ലീവ് നൽകിയിട്ടില്ല. സാധാരണഗതിയിൽ നൽകുന്നത് പോലെ പരീക്ഷയ്ക്ക് 2 ആഴ്ച മുമ്പ് മാത്രമാണ് സ്റ്റഡി ലീവ് നൽകുന്നത്. പക്ഷേ ഈ HOD ആയിട്ടുള്ള ഡോക്ടർ അരുണ, അവരോട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ പ്രിൻസിപ്പലിനോട് സംസാരിച്ചു. പ്രിൻസിപ്പൽ ഇത്തരം ഒരു സംഭവം അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ജനുവരി 24 നടക്കുന്ന പരീക്ഷയ്ക്ക് നവംബർ 1 മുതൽ തന്നെ സ്റ്റഡി ലീവ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അനൂപ് കുമാർ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നു, റിനുവിന്റെ തൊണ്ടയ്ക്ക് എന്താ പറ്റിയതെന്ന്? ഒരു വെള്ളി വീണിട്ടുണ്ടല്ലോ. അനുകുമാർ ഒരു 10 ദിവസമായി ന്യൂമോണിയ ബാധിച്ച ആശുപത്രിയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത്. അതിന്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, റെസ്റ്റ് എടുത്തോളൂ, തണുപ്പത്തധികം നിൽക്കണ്ട. താങ്ക് യു റിനു. മാത്രമല്ല ഓർമ്മിക്കണം, ആശുപത്രി പോയാൽ PG ഡോക്ടർമാരില്ല, അവരവധിയില്ല, സ്റ്റഡി ലീവില്ല. 3 മാസത്തെ സ്റ്റഡി ലീവിന് പോയിരിക്കും PG ഡോക്ടർമാർ. ജനറൽ മെഡിസിന്റെ വകുപ്പിലാണ് ഇങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള സ്റ്റഡി ലീവ് ഉത്തരവ് അവിടുത്തെ ജനറൽ മെഡിസിന്റെ HOD ഇട്ടിരിക്കുന്നത്. ജനറൽ മെഡിസിനൊക്കെ PG ഡോക്ടർമാരില്ലെങ്കിൽ ഡോക്ടർമാരുടെ ക്ഷാമം മെഡിക്കൽ കോളേജിലുണ്ടാവും. അത് രോഗികളെ ബാധിക്കുകയും ചെയ്യും. പരമാവധി 2 ആഴ്ച, ഇനി പോട്ടെ 3 ആഴ്ചയൊക്കെ നമുക്ക് സഹിക്കാം. 3 മാസം മുൻപൊക്കെ PG ഡോക്ടർമാർ ഈ സേവനത്തിൽ നിന്ന് അവധിയെടുത്ത് അവർ സ്റ്റഡി ലീവിന് പോവേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. അപ്പോൾ